ലോക പ്രതിരോധ വിപണിയിൽ ഇപ്പം കേൾക്കുന്നത് ഒരേ ഒരു പേരാണ് മേക്ക് ഇൻ ഇന്ത്യ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകരാജ്യങ്ങൾ ആയുധങ്ങൾക്കായിട്ട് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെയാണ് പോയിരുന്നത് എങ്കിൽ ഇന്ന് ഈ ചിത്രം പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്കെതിരായിട്ട് ഫിലിപ്പീൻസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് വാങ്ങി, അസർബൈജാനെ തകർക്കാനായിട്ട് അർമേനിയ ഇന്ത്യയുടെ പിനാകയും ആകാശം വാങ്ങി. എന്നാലിപ്പോൾ പ്രതിരോധ ലോകത്തെ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ, മറ്റു രാജ്യങ്ങളെപ്പോലെ ഇതാ തായ്വാനും ഇന്ത്യയുടെ ആയുധങ്ങളുടെ പിന്നാലെയാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്കയുടെ വിലപിടിപ്പുള്ള ആയുധങ്ങൾക്ക് പകരം ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനായിട്ട് തങ്ങൾക്ക് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങൾ മതിയെന്നാണ് തായ്വാൻ പരോക്ഷമായിട്ട് വ്യക്തമാക്കുന്നത്. ചൈനീസ് ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയാൻ അവർക്ക് വേണ്ടത് ഇന്ത്യയുടെ അഭിമാനമായ D4 ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകൾ പരാജയപ്പെടുമ്പോൾ, മറുവശത്ത് വെറും നാമമാത്രമായ ചിലവിൽ ഉയർന്ന പ്രഹരശേഷിയോടെ ചൈനയെ നേരിടാൻ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് തായ്വാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഫിലിപ്പീൻസിനും അർമേനിയയ്ക്കും പിന്നാലെ തായ്വാൻ കൂടി ഇന്ത്യൻ ആയുധങ്ങളിലേക്ക് തിരിയുന്നത് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ ഭൂകമ്പമാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. 2025 ഓപ്പറേഷൻ സിന്ദൂറിൽ ശത്രുക്കളുടെ ഡ്രോൺ വ്യൂഹങ്ങളെ തകർത്ത ഇന്ത്യയുടെ ഈ രഹസ്യ ആയുധം തായ്വാനിലെത്തിയാൽ ചൈനയുടെ പകുതി ശക്തിയും ഇല്ലാതാകും. എന്താണ് ഈ D4 സിസ്റ്റം? എന്തുകൊണ്ടാണ് അമേരിക്കൻ ആയുധങ്ങളെക്കാൾ തായ്വാനും ലോകരാജ്യങ്ങളും ഇന്ത്യൻ ടെക്നോളജിയെ വിശ്വസിക്കുന്നത്? നമുക്കിതെല്ലാം ഇന്ന് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ചൈന ഇന്ന് തായ്വാനെതിരെ നേരിട്ടൊരു യുദ്ധത്തിന് മുതിരുന്നില്ല. മറിച്ച് ഒരു ഗ്രേ സോൺ തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതായത് തായ്വാന്റെ വ്യോമാതിർത്തിയിലേക്ക് നിരന്തരം വില കുറഞ്ഞ ചെറിയ ഡ്രോണുകൾ അയച്ച് അവരുടെ സൈന്യത്തെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തളർത്തുക. ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ആക്രമിക്കുന്ന സ്വാം ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ചൈന ഇന്ന് ലോകത്ത് 1-ാം സ്ഥാനത്താണ്. ഇവിടെയാണ് അമേരിക്കൻ ആയുധങ്ങളുടെ പരാജയം ആരംഭിക്കുന്നത്. തായ്വാന്റെ പക്കൽ അമേരിക്കയുടെ പാട്രിയോട്ട്, സ്റ്റിംഗർ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു പാട്രിയോട്ട് മിസൈലിൻ്റെ വില ഏകദേശം 30 കോടി രൂപയ്ക്ക് മുകളിലാണ്. ചൈന അയക്കുന്ന വെറും 1 ലക്ഷം രൂപ വിലയുള്ള ഡ്രോണിനെ വെടിവെച്ചിടാനായിട്ട് 30 കോടിയുടെ മിസൈൽ ഉപയോഗിച്ചാൽ കോസ്റ്റ് പെർ കിൽ റേഷ്യോ പ്രകാരം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തായ്വാൻ സാമ്പത്തികമായിട്ട് തകരും. ചൈന ആഗ്രഹിക്കുന്നതും അതാണ്. ഈ സാമ്പത്തിക കണി പൊട്ടിക്കാനായിട്ട് തായ്വാന് അമേരിക്കയുടെ വിലപിടിപ്പുള്ള മിസൈലുകൾ പോരാ, മറിച്ച് ഇന്ത്യയുടെ സ്മാർട്ട് ആയുധമായ D4 കൂടിയേ തീരും. എന്താണ് D4 സിസ്റ്റം? ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് DRDO വികസിപ്പിച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഡ്രോൺ ഡിറ്റക്ട്, ഡിറ്റർ ആൻഡ് ഡിസ്ട്രോയ്, അതാണ് D4 സിസ്റ്റം. ഇത് വെറും ഒരു ആയുധമല്ല, മറിച്ച് ഒരു ഇൻ്റലിജൻറ്റ് റോബോട്ടിക് കവചമാണ്. ഇത് ഒരു ട്രക്കിന് മുകളിൽ ഘടിപ്പിച്ച സ്റ്റാൻഡ് അലോൺ സിസ്റ്റവുമാണ്. അതായത് ഇതിന് പ്രവർത്തിക്കാനായിട്ട് മറ്റൊരു സഹായവും ആവശ്യമില്ല. ഏത് ഭൂപ്രദേശത്തും മിനിറ്റുകൾക്കുള്ളിൽ ഇത് വിന്യസിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഡിറ്റക്ഷൻ സംവിധാനവും അത്യാധുനികമാണ്. സാധാരണ റഡാറുകൾക്ക് പർവ്വത പ്രദേശങ്ങളിലെ മരങ്ങളെയും കെട്ടിടങ്ങളെയും ഡ്രോണുകളിൽ നിന്ന് വേർതിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ D4 സിസ്റ്റത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ആക്റ്റീവ് ഫേസ്ഡ് അറേ റഡാറുകൾ ഇത്തരം തടസ്സങ്ങളെ ഫിൽട്ടർ ചെയ്ത് 20 കിലോമീറ്റർ ദൂരെയുള്ള ചെറിയ ഡ്രോണുകളെ പോലും കൃത്യമായി കണ്ടെത്തും. മാത്രമല്ല, ഡ്രോണിൻ്റെ പാത, അതായത് ട്രജക്ടറി വിശകലനം ചെയ്ത് അത് കൃത്യമായിട്ട് എവിടെ പതിക്കും എന്ന് മുൻകൂട്ടി പ്രവചിക്കാനും ഇതിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിന് സാധിക്കും. ഇതിനൊപ്പം ഇലക്ട്രോ ഓപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ് ട്രാക്കറുകളും കൂടി ചേരുമ്പോൾ ശത്രുവിന് യാതൊരു രക്ഷയുമില്ലാതെയാവും. ശത്രുവിനെ കണ്ടെത്തിയാൽ D4 പ്രവർത്തിക്കുന്നത് 2 തലങ്ങളിലായിട്ടാണ്. അതിലാദ്യത്തേതാണ് സോഫ്റ്റ് കിൽ, അഥവാ ശബ്ദമില്ലാത്ത യുദ്ധം. എല്ലാ സമയത്തും ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് D4 ആദ്യം ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ജാമിംഗ് ആണ്. ഏകദേശം 5 മുതൽ 7 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ച് തന്നെ ഡ്രോണിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്താനും GPS സ്പൂഫിംഗ് വഴി അതിൻ്റെ ലക്ഷ്യസ്ഥാനം തെറ്റിച്ച് അതിനെ കടലിൽ വീഴ്ത്താനും ഇതിന് സാധിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് ഹാർഡ് കിൽ.
അതായത് ഡ്രോൺ ഈ ജാമിങ്ങിനെ അതിജീവിച്ച് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉണരും. 3 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡ്രോണുകളെ ലേസർ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ചുട്ട് പഴുപ്പിച്ച് തകർക്കാനായിട്ട് ഇതിന് സാധിക്കും. അതിൻ്റെ കൂടെയാണ് D4ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഇൻഫിനിറ്റ് മാഗസീൻ പ്രസക്തമാകുന്നത്. അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിലെ മിസൈലുകൾ തീർന്നു പോയാൽ അത് വീണ്ടും നിറയ്ക്കാനായിട്ട് റീലോഡ് ചെയ്യാനായിട്ട് വലിയ സമയമെടുക്കും. ഈ തക്കത്തിന് ചൈനയ്ക്ക് ആക്രമിക്കാം. എന്നാൽ D4ലെ ലേസർ ആയുധത്തിന് വെടിമരുന്നോ മിസൈലോ ആവശ്യമില്ലാത്തത് കൊണ്ട് ജനറേറ്ററിൽ നിന്നോ വാഹനത്തിൽ നിന്നോ വൈദ്യുതി ലഭിക്കുന്നിടത്തോളം കാലം ഇതിന് നിരന്തരം ലേസർ ഷോട്ടുകൾ ഉതിർക്കാനായിട്ട് സാധിക്കും. ഒരു ഡ്രോണിനെ നശിപ്പിക്കാനായിട്ട് കേവലം ചെറിയ എമൗണ്ട് വൈദ്യുതിയുടെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. D4 സിസ്റ്റം വെറുമൊരു ലാബ് ഉൽപ്പന്നമല്ല. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇതിൻ്റെ യഥാർത്ഥ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പാകിസ്ഥാൻ തങ്ങളുടെ അത്യാധുനിക ടർക്കി നിർമ്മിത ഡ്രോൺ വ്യൂഹങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ D4 സിസ്റ്റം അവയെ നിഷ്പ്രയാസം തകർത്തെറിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്ന് D4 ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ അത്യാധുനിക എയർ ഡിഫൻസ് നെറ്റ്വർക്കായ ആകാശ് തീർ സിസ്റ്റവുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. L-70 ഗണ്ണുകൾ, Su-23, ഷിൽക്ക, തുങ്കുഷ്ക എന്നിങ്ങനെയുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾക്കൊപ്പം ചേർന്ന് D4 ഒരു ലോ ലെവൽ സുരക്ഷാ കവചം തീർത്തു. യുദ്ധമുഖത്ത് പരീക്ഷിച്ച് വിജയിച്ച ഈ ചരിത്രമാണ് തായ്വാനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. തായ്വാൻ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും ഇന്ന് അമേരിക്കൻ, യൂറോപ്യൻ ആയുധങ്ങളെക്കാളും വിശ്വസിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയാണ്. ചൈനയുടെ കടുത്ത ഭീഷണിയുള്ള ഫിലിപ്പീൻസ് തങ്ങളുടെ തീരങ്ങൾ സംരക്ഷിക്കാനായിട്ട് അമേരിക്കയെ അല്ല ആശ്രയിച്ചത്, മറിച്ച് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളെയാണ്. അസർബൈജാനിൽ നിന്നും നിരന്തരം ആക്രമണം നേരിടുന്ന അർമേനിയ റഷ്യൻ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ശത്രുക്കളുടെ പീരങ്കികൾ കണ്ടെത്തുന്ന സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവുമാണ് വാങ്ങിക്കൂട്ടിയത്. വിലക്കുറവ്, ഈടുനിൽപ്പ്, റിലയബിലിറ്റി, യുദ്ധമുഖത്തെ കൃത്യത എന്നിവയാണ് ഇന്ത്യൻ ആയുധങ്ങളെ ആഗോള പ്രിയങ്കരമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തായ്വാനും ഇന്ത്യയിൽ നിന്ന് D4ന് പുറമെ ബ്രഹ്മോസും പിനാകയും സ്വന്തമാക്കാനാണ് സാധ്യത. ബ്രഹ്മോസ് ഉണ്ടെങ്കിൽ തായ്വാൻ കടലിടുക്കിലേക്ക് വരുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകളെ അവർക്ക് എളുപ്പത്തിൽ തടയാനും സാധിക്കും. ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. ഇന്ത്യ തായ്വാൻ ആയുധം നൽകുന്നത് വൺ ചൈന പോളിസിയുടെ ലംഘനമാണെന്നാണ് അവരുടെ വാദം. എന്നാൽ ഇന്ത്യയുടെ ഇന്നത്തെ നയം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ ആയുധ കയറ്റുമതി തികച്ചും സ്വതന്ത്രമാണ്. ചൈന പാകിസ്ഥാനിലേക്കും മറ്റും ആയുധങ്ങൾ ഒഴുക്കുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ നൽകാനായിട്ട് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ശത്രുക്കൾക്ക് മുമ്പിൽ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഇന്നൊരു പ്രതിരോധ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.